ഹലോ നമസ്കാരം, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് JMR, ജോയിൻറ്റ് മെഷർമെൻറ്റ് റിപ്പോർട്ട്. ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്ത സാധനം ഫ്യൂച്ചറിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഫൂട്ടിങ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ബാക്ക് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, പിന്നെ അത് നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും നമുക്ക് മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് പിന്നെ എക്സ്കവേറ്റ് ചെയ്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലയൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്, കോൺട്രാക്ടർ റെപ്രസെൻറ്റേറ്റീവ്, കൺസൾട്ടൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്, ഇത് മൂന്നാളും പോയിട്ട് ജോയിൻ്റ് ആയിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഫൈനൽ മെഷർമെൻറ്റ്. ഈ മെഷർമെൻ്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇൻ ഫ്യൂച്ചറിലെ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. സോ മെഷർമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡോക്യുമെൻ്റ് വേണം, ഡോക്യുമെൻ്റ് ഫുൾഫിൽ ചെയ്യണം, എന്നാൽ മാത്രമാണ് നമ്മളൊരു പ്രൊഫഷണലായിട്ട് മാറുള്ളൂ. സോ അങ്ങനെയുള്ളൊരു ഫോർമാറ്റാണ്, ജോയിൻറ്റ് മെഷർമെൻറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമാറ്റാണ് ഈ കാണുന്നത്. ഇതിൽ വരുന്ന കാര്യങ്ങൾ പ്രൊജക്റ്റ് നെയിം, ഡേറ്റ്, എന്താണ് പ്രൊജക്ട്മെൻറ്റ് ഷീറ്റ്, അതിൽ ഏത് വർക്ക് ടൈപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഫൗണ്ടേഷൻ, അത് ഒരു വർക്ക് ടൈപ്പാണ്. സോ ഫൗണ്ടേഷൻ ആണെങ്കിൽ ഫൗണ്ടേഷൻ, അതിൽ സിവിൽ വർക്കിൽ വരുന്നതാണ്. സോ എന്താണ് അതിൽ വരുന്നത് അതിവിടെ മെൻഷൻ ചെയ്യണം. സീരിയൽ നമ്പർ 1, 2, 3 എന്ന് കൊടുക്കണം. ഡിസ്ക്രിപ്ഷൻ, ഫൗണ്ടേഷൻ F1, F2, F3, F4 അങ്ങനെ വരാം. ഓക്കെ, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, ഇപ്പം എബോവ് സീലിംഗ്, ജിപ്സം സീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എബോവ് സീലിംഗ് നമുക്ക് മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. സോ എബോവ് സീലിംഗിൽ ഐറ്റംസ് വരികയാണ്, അത് ചെയ്യാം. സം വാൾ ഫിനിഷസ് എന്ന് പറഞ്ഞത് നമുക്ക് പാനലിംഗ് ആയിരിക്കും. സോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരാം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യും. എത്ര നമ്പർ ഓഫ് ഐറ്റം ഉണ്ട്, ഫൗണ്ടേഷൻ ആണെങ്കിൽ F1, 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഉണ്ടാവും. ഓക്കെ, അതിവിടെ മെൻഷൻ ചെയ്യും. അതിൻ്റെ ലെങ്ത് എത്രയാണ്, വിഡ്ത്ത് എത്രയാണ്, ഡെപ്ത് ഓർ ഹൈറ്റ് എത്രയാണ്, ക്വാണ്ടിറ്റി എത്രയാണ്. സോ ഇത് നമ്മളുടെ ഒരു ക്യൂട്ടിയുടെ സെയിം ഫോർമാറ്റായിട്ട് നിങ്ങൾക്ക് തോന്നാം, അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുക. ബട്ട് ഇവിടെ ഒരു സാധനമുണ്ട്, ഇത് നിങ്ങളുടെ ക്യൂട്ടിയിൽ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. സിഗ്നേച്ചർ. ഓക്കെ, കോൺട്രാക്ടറിൻ്റെ റെപ്രസെൻറ്റേറ്റീവിൻ്റെ നെയിം ആൻഡ് സിഗ്നേച്ചർ വേണം. നെയിം, ഡെസിഗ്നേഷൻ, ഡേറ്റ് ആൻഡ് ടൈം, സിഗ്നേച്ചർ വേണം. PMCയുടെ റെപ്രസെൻറ്റേറ്റീവിൻ്റെ നെയിം, ഡെസിഗ്നേഷൻ, ടൈം ആൻഡ് ഡേറ്റ് വേണം, സിഗ്നേച്ചർ വേണം. ക്ലയൻറ്റ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ നെയിം, ഡെസിഗ്നേഷൻ, ഡേറ്റ്, ടൈം, സിഗ്നേച്ചർ വേണം. ഈ ഒരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ഹാർഡ് കോപ്പി ആയിട്ട് എടുത്ത് സൈൻ ചെയ്തിട്ട് നമ്മളൊരു ഡോക്യുമെൻ്റായിട്ട് കീപ്പ് ചെയ്യണം. എന്തുകൊണ്ടാണ്? ഈ മെഷർമെൻറ്റ് ഫുൾ ആൻഡ് ഫൈനലാണ്. ഇവിടെ വരുന്ന മെഷർമെൻറ്റ് പിന്നെ ഒരാൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഇത് ജോയിൻ ചെയ്തിട്ട് മെഷർ ചെയ്തിട്ടുള്ള സാധനമാണ്. ഓക്കെ, സോ ഇത് കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ്. സോ JMR എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്, അതെങ്ങനെയാണ് വരുന്നത്, അതെന്തിനാണ് യൂസ് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അത് നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ കണക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ തരുന്നതാണ്. ഓക്കെ ദെൻ, താങ്ക് യു എവരി വൺ.